ഇങ്ങനെ പോലത്തെ സ്ത്രീകളെ എനിക്ക് ഭയങ്കര പേടിയാണെന്ന് ആര്യം പറയുന്നത്. ഓ അവനാരാ? അക്ബർ പറയുന്നുണ്ട്, എന്നാലും ബെഡിൽ വെള്ളം ഒഴിക്കുന്നത് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. പിന്നെ അവൻ മാന്തിയെന്ന് പറഞ്ഞല്ലോ, പേഴ്സണൽ ഇഷ്യൂ ആണല്ലോ ഇത്. ചിലപ്പോൾ ഞാനാണെങ്കിലും ആ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തു പോകുമെന്ന് പറയുന്നുണ്ട്. നമ്മളിതുവരെ അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കുമെന്ന് അക്ബർ പറയുന്നുണ്ട്. ഫിസിക്കൽ അസോൾട്ടൊന്നും അല്ലല്ലോ എന്ന് ആര്യം പറയുന്നു. എന്നെ പറഞ്ഞത് നല്ല രീതിയിൽ ഞാൻ നോമിനേഷനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവനെ പറയുമ്പം അവനെ ഒരുപാടായി ഇപ്പോൾ പറയുന്നത്. കുറച്ചൊന്നുമല്ല, അവനെ ഇപ്പോൾ ഒരുപാടായി പറയുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, പ്ലാച്ചീനെ എടുത്ത് ഞാൻ കത്തിക്കുമെന്ന് അക്ബർ പറയുന്നു. അത് തന്നെയാണ് ഇപ്പം വെള്ളം ഒഴിച്ചതെന്ന് ആര്യം പറയുന്നത് ചിരിച്ചുകൊണ്ട്. പിന്നെ അവർ വീട്ടിലുള്ളവരെ പറയലാണ് അങ്ങനെയാണ് പ്രശ്നങ്ങൾ. ആര്യം പറയാം, അവളിപ്പം മാറ്റി പറഞ്ഞല്ലോ, അവളെല്ലാവരെയും പിടിക്കുമ്പം അവസാനത്തെ ആളെ നോർമലാക്കി മാറ്റി പറയുമെന്ന് ആര്യം പറയുന്നുണ്ട്. ഇപ്പോഴത്തെ വഴക്കിൻ്റെ മെയിൻ കാരണക്കാരൻ ഈ ആര്യനും അക്ബറോട് ചേർന്നിട്ടാണ് നെവിനെ കൂടെ ഇത് ചെയ്തിരിക്കുന്നത്. എനിക്കറിയില്ല അവളുടെ കളി, ഓവർ സ്മാർട്ട്നെസ്സിൻ്റെ ദൂക്കാൻ. അവൾ പറയാനുള്ളതെല്ലാം പറയുന്നതിൻ്റെ ഇടയ്ക്കൂടെ അവൾ പറയുന്നത് ആ മനുഷ്യൻ വരെ മാന്യനാണെന്ന്. ഞാനിനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കട്ടെന്നും പറഞ്ഞിട്ട് കിച്ചണിൽ കയറിയിരിക്കുകയാണ് നെവിൻ. എന്നിട്ട് പറയാം, അവളുടെ അഹങ്കാരം മൊത്തം ഞാനിപ്പോൾ തുറന്ന് കാട്ടിയിട്ടുണ്ട്, ഇനി എന്തിനാ തുറന്ന് കാട്ടുന്നത്, എല്ലാം തുറന്ന് കണ്ടിട്ടുണ്ടല്ലോ ജനങ്ങളെന്ന് അക്ബർ പറയുന്നു. ഇതൊക്കെ അങ്ങ് ഒഴിവാക്കി വിടണമെന്ന് അക്ബർ പറയുന്നുണ്ട്. അന്നേരം നെവിൻ പറയാണ്, ഇതൊക്കെ ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുത്തലുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നെഞ്ചിലിങ്ങനെ തൊട്ട് കാണിച്ചുകൊണ്ട് പറയുന്നു. അതേ പറയാതിരിക്കാൻ പറ്റത്തില്ല, അപ്പോൾ ഉള്ളത് ചോദിക്കണമെന്ന്. ഇന്ന് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുമെന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പം നമ്മളെ പറഞ്ഞതിന് നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതിനുള്ളത് ആണല്ലോ, അങ്ങനെയാണല്ലോ ഞാനും പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം എടുത്ത് ഒഴിക്കുകയല്ല ചെയ്യേണ്ടത്, അവളുടെ ബെഡ് എടുത്ത് കത്തിക്കുക വേണ്ടതെന്ന് നെവിൻ പറയുന്നു. എന്തായാലും ഇതുവരെ പറഞ്ഞതിനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അവൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇനി അവൾക്ക് നല്ലത് കിട്ടുമെന്ന് അക്ബർ പറയുന്നുണ്ട്. വിശുദ്ധ പടം തലയിലിട്ട് നിൽക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാനിപ്പം ബിഗ് ബോസ് ഹൗസിലോട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവളുമാർ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാൻ ആര് എന്ന് നിവിൻ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഈ ഇവന്മാരൊക്കെ ഗെയിമർമാരെന്ന്, എന്തോന്ന് ഗെയിമർ? ആ പെണ്ണുങ്ങളോട് കളിച്ചിട്ടാണോ ഇവന്മാരൊക്കെ ഗെയിമറാവുന്നത്? നാണോ മാനോ ഇല്ലാത്തവന്മാർ.